നമ്മുടെ ലാസ്റ്റ് മൊഡ്യൂളിൽ ഒരു പാർട്ട് കൂടിയുണ്ട്. ഫുറിയർ സീരീസ് ആണ്. ഫുറിയർ സീരീസ് ഓഫ് എ പീരിയോഡിക് ഫംഗ്ഷനാണ് ഡിഫൈൻ ചെയ്യുന്നത്. എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഇൻ എൻ ഇൻ്റർവൽ c to c plus 2l satisfying Dirichlet conditions can be represented as Fourier series. And the representation Fourier series is in this form. A0 by 2 plus sigma an cos n by x by l plus sigma bn sin n by x by l, where n equal to 1 to infinity. And this series converges to f of x minus plus f of x plus divided by 2 for all x in this interval. This is the fx minus plus fx plus by 2. ഇതിൽ എഫ് എക്സ് മൈനസ് എന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഓഫ് എഫ് ഓഫ് എക്സ് അറ്റ് ദി പോയിൻറ്റ് എക്സും എഫ് എക്സ് പ്ലസ് ഈസ് ദ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഓഫ് എഫ് ഓഫ് എക്സ് അറ്റ് ദി പോയിൻറ്റ് എക്സുമാണ്. ആൻഡ് ബൈ 2 പറയുമ്പോൾ ദിസ് ഈസ് ദ ആവറേജ് ഓഫ് ദി ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഓഫ് ഫംഗ്ഷനാണ്. ഇവിടെ എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഈ പറയുന്ന എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് പ്ലസ് എന്ന് പറയുന്ന സെയിം വാല്യൂ ആണ്, അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് തന്നെയാണ്. അപ്പോൾ ഇത് എഫ് ഓഫ് എക്സിലേക്ക് മാറും ഇഫ് എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ്. And these coefficients an, a0, bn are given by Euler's formula. A0 equal to 1 by L integral from c to c plus 2l fx dx, an equal to 1 by L integral c to c plus 2l f of x cos n by x by L dx, and bn equal to 1 by L integral c to c plus 2l f of x sin n by x by L dx. ഇതിൻ്റെ പ്രൂഫ് ഞാൻ ഉപേക്ഷിക്കുകയാണ്. പ്രൂഫ് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കില്ല, പക്ഷേ അതിന് പ്രൂവ് ചെയ്യാൻ ഇവിടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്നുള്ള എക്സ്പ്രഷനിൽ ചില പണികൾ ചെയ്താൽ മതി. ഞാനത് ഇതിൽ നിന്ന് ഒഴിവാക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ ഫംഗ്ഷൻ്റെ പ്രത്യേകത എഫ് ഓഫ് എക്സ് ഈസ് ഒന്നെങ്കിൽ പീരിയോഡിക് ഫംഗ്ഷൻ ഇൻ ദ എൻറ്റയർ റിയൽ ആയിരിക്കണം. അതർവൈസ് ദ ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് ഇൻ സം ഇൻ്റർവൽ c to c plus 2l. ഈ ഫംഗ്ഷൻ സി തൊട്ട് സി പ്ലസ് 2l എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ റീജിയനിൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആവണം. ഇതിൻ്റെ ഔട്ട്സൈഡിലേക്ക് ഇതിൻ്റെ റെപ്പറ്റീഷനാണ് എന്ന് വിചാരിച്ചാൽ ദെൻ ദിസ് ഫംഗ്ഷൻ ഈസ് എ പീരിയോഡിക് ഫംഗ്ഷൻ വിത്ത് പീരിയഡ് 2l എന്ന് നമുക്ക് അനുമാനിക്കാം. ഇപ്പം സൈൻ എക്സ് കോസ് എക്സ് ആർ പീരിയോഡിക് ഫംഗ്ഷൻസ് വിത്ത് പീരിയഡ് 2π ആണ്. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് കണ്ടാൽ നിങ്ങൾക്കറിയാം ഈ പറയുന്ന 0 to 2π എന്ന് പറയുന്ന ആ റീജിയനിലെ ഗ്രാഫ് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം ഏത് ഗ്രാഫ് സെക്ഷനും വിത്ത് ഇൻ്റർവെൽ 2π വരുന്നത് അതിൻ്റെ റിപ്പറ്റീഷനാണ്, അതിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ വരുന്നത്. അതാണ് പീരിയോഡിക് ഫംഗ്ഷൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, അപ്പോൾ പീരിയോഡിക് ഫംഗ്ഷനെയാണ് നമുക്ക് ഈ പറയുന്ന ഫുറിയർ സീരീസിൻ്റെ രൂപം എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് പ്ലസ് an കോസ് സിഗ്മ an കോസ് nx പ്ലസ് സിഗ്മ ബി എൻ സൈൻ എൻ എക്സ്, ഈ ഫോമിലാണ് പോകുന്നത്. എന്ന് പറഞ്ഞാൽ a0/2 പ്ലസ് a1 കോസ് എക്സ് പ്ലസ് b1 സൈൻ എക്സ് പ്ലസ് a2 കോസ് 2x പ്ലസ് b2 സൈൻ 2x എന്ന രൂപത്തിലാണ് ആ സീരീസിൻ്റെ ഫോം എന്ന് പറയുന്നത്. ഇതിൽ എക്സ് ഏറ്റവും ഒരു ട്രിവിയൽ ആയിട്ടുള്ള കേസാണ്, ഏറ്റവും ജനറൽ ആയിട്ടുള്ള കേസാണ് നേരത്തെ പറഞ്ഞിരുന്നത്. ഇനി അവിടെ ഡിറിച്ലെറ്റ് കണ്ടീഷൻസ് എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് എഫ് ഓഫ് എക്സിനെ സാറ്റിസ്ഫൈ ചെയ്യേണ്ട 1-2 കണ്ടീഷൻസാണ്. പ്രധാനമായിട്ടും നമ്മുടെ ഇൻ്റർവെൽ c to c plus 2l എന്ന് പറയുന്ന ആ പ്രദേശത്തെ ഈ ഫംഗ്ഷന് അതിൻ്റെ കണ്ടിന്യൂറ്റി സംബന്ധിച്ച് ചില കണ്ടീഷൻസ്, അതൊക്കെയാണ് ഡിറിച്ലെറ്റ് കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ആ കണ്ടീഷൻസ് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ആ കണ്ടീഷൻസുള്ള ക്വസ്റ്റ്യനുകളെ നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കുകയുള്ളൂ. അപ്പോൾ അതിലേക്ക് ഇവിടെ ഫുറിയർ സീരീസ് ഓഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇൻ -π + π, നമ്മളൊരു പ്രത്യേക ചെറിയ ഇൻ്റർവെൽ പൈയുടെ അല്ല -π + π എന്ന് പറയുന്ന ഇൻ്റർവെല്ലിലെ ഒരു ഫംഗ്ഷൻ്റെ ഫുറിയർ സീരീസ് എക്സ്പാൻഷനാണ് എഴുതിയിരിക്കുന്നത് a0/2. ഇവിടെ ഈ /2 ഒക്കെ വന്നിരിക്കുന്ന ഒരു ഫോർമുല, ജനറൽ ഫോർമുല ഈ 1/π എന്ന രീതിയിൽ കിട്ടാൻ വേണ്ടി ചെയ്തിരിക്കുന്നതാണ്. ചില ബുക്കുകളിൽ ഇതൊരു പക്ഷേ a0 എന്നായിരിക്കും തന്നിട്ടുള്ളത്. അപ്പോൾ ആ സിറ്റുവേഷനിൽ a0ൻ്റെ ഫോർമുല മോഡിഫൈ ചെയ്തിട്ടുണ്ടാവും.
എന്തായാലും ഞാനിപ്പോൾ എടുക്കുന്ന ഈ രൂപമാണ് a0/2 പ്ലസ് സിഗ്മ എ എൻ കോസ് എൻ എക്സ് പ്ലസ് സിഗ്മ ബി എൻ സൈൻ എൻ എക്സ് എന്ന് വരും. ഇവിടെ നമ്മുടെ ഇൻ്റർവെൽ 0 C+2L എന്നതിന് പകരം -π +π വരുമ്പോൾ ആ ജനറൽ ഇക്വേഷൻസിൽ ജനറൽ ഫൊറിയർ സീരീസ് റെഡ്യൂസസ് ടു ദിസ് ഫോം. അപ്പോൾ അതിൻ്റെ കൺവേർജിങ് വാല്യൂ ആണ് ഈ ആവറേജ് ഓഫ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ്സ് ഓഫ് എഫ് ഓഫ് എക്സ് അറ്റ് ദ പോയിന്റ് എക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടെ a0, the equation Euler formulas are a0, an, etc. are given by this one. a0 equal to 1 by pi integral from minus pi to plus pi f of x dx. an equal to 1 by pi integral from minus pi to plus pi f of x into cos nx dx. bn equal to 1 by pi integral from minus pi to plus pi f of x sin nx dx എന്നാണ് ഞാനിവിടെ sin nx dx. ഓക്കെ, നമുക്ക് ഒരു പ്രോബ്ലത്തിലേക്ക്. It's a question. Find the Fourier series representation of f of x equal to x in minus pi plus pi. അതിൻ്റെ ഗ്രാഫൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. -π +π എന്ന് പറയുന്ന ഈ സെക്ഷനിലെ ഗ്രാഫാണ്. We can assume this function is periodic with period 2π എന്ന് assume ചെയ്യാം by extending this function outside to the given range like this. Okay, അത് നമുക്കിവിടെ പ്രശ്നമല്ല. You know that Fourier series is a0/2 plus sigma an cos nx plus sigma bn sin nx, where a0 is given by 1 by pi integral from minus pi to plus pi f of x dx. Now this becomes 1 by pi into integral from minus pi to plus pi. F of x is x, so x dx. You know that f of x in this interval is an odd function, so integral from minus pi to plus pi x dx becomes 0. So this part is 0. അപ്പോൾ അത് നമ്മുടെ ഓഡ് ഫംഗ്ഷൻ ഈവൻ ഫംഗ്ഷൻ്റെ ചില കണ്ടീഷൻസ് ആണ്. You know that a function is said to be odd if f of negative x equal to negative f of x, and function is said to be even if f of negative x equal to f of x. For example, sin x is odd, cos x is even. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് ഓഡാണെങ്കിൽ ഇപ്പോൾ ഈ രീതിയിലുണ്ടാവും, ഈവൻ ആണെങ്കിൽ ഈ രീതിയിൽ ഇവിടെ വന്നിരിക്കുന്ന ഫംഗ്ഷൻ ഗ്രാഫ് ഈ സിമെട്രിക് അബൌട്ട് ദ ലൈൻ y ആക്സിസ് ആയിരിക്കും ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ. അപ്പോൾ അവിടെ ഉള്ള പ്രത്യേകത, ഓക്കെ, അത് അടുത്തതിലേക്ക് വരാം. an is given by 1 by pi integral from minus pi to plus pi f of x into cos nx dx ആണ് ഈക്വൽ ടു 1 by pi into integral from minus pi to plus pi x cos nx dx. You know that this function is again an odd function. Therefore, integral minus pi to plus pi, this part equal to 0. So next bn equal to 1 by pi integral from minus pi to plus pi f of x into sin nx dx ആണ്, sin nx ആണ്, sorry, equal to 1 by pi integral from minus pi to plus pi x into sin nx dx. Now this integrand is an odd function. Now for odd function, integral from minus pi to plus pi x sin nx dx becomes 1 by pi into 2 into integral from 0 to pi. ഇവിടെ മൈനസ് പൈക്ക് വരും 0 to pi ഓഡ് ഫംഗ്ഷൻ x sin nx dx എന്ന് എഴുതാം. ആൻഡ് ഇതിനെ നിങ്ങൾക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ ബൈ യൂസിങ് ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് ഇത് സിംപ്ലിഫൈ ചെയ്താൽ ദിസ് ബിക്കംസ്, ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് ഒക്കെ നിങ്ങൾക്കറിയാം, 2 into -1 raised to n plus 1 by n എന്ന് വരും. ദിസ് ഈസ് bn. സോ f of x എന്ന് പറയുന്നത്, ആൻഡ് അഗെയിൻ ദിസ് ഫംഗ്ഷൻ f of x equal to x is continuous. Therefore ഇതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത്
it is equal to f of x at all points in this inside this interval ആണ്. സോ നമുക്കിങ്ങനെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ദിസ് ഫുറിയർ സീരീസ് എന്ന് എഴുതാം. അത് a0/2 എന്നുള്ളത് 0 ആയി, സിഗ്മ എ എന്നുള്ള പാർട്ട് 0 ആയി, ദെൻ സിഗ്മ ബി എൻ എന്നുള്ളത് 2 × -1n+1/n സൈൻ എൻ എക്സ് എന്ന് ആവും. അതായത് ഇതിനകത്ത് രണ്ട് പാർട്ട് an പാർട്ട് 0 ആയിപ്പോയി, a0/2 0 ആയിപ്പോയി. സോ ഈ പാർട്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ദിസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം. ഓർ യു ക്യാൻ റൈറ്റ് എഫ് ഓഫ് എക്സ് എക്സ് ആണ്. സോ എക്സ് ഈക്വൽ ടു സിഗ്മ 2/2 × -1n+1/n സൈൻ എൻ എക്സ് എന്ന് എഴുതാം. And this expression is valid in the internal points of this interval -pi less than x less than pi. അതിൻ്റെ ഇൻസൈഡിലെ പോയിൻറ്റ്സിലാണ് ഇത് എഫ് ഓഫ് എക്സ് കണ്ടിന്യൂറ്റി പറയാൻ പറ്റൂ. അറ്റ് ദി എൻഡ് പോയിൻറ്റ്സിൽ ചെറിയ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്, അത് എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ട് ദിസ് ഈസ് എ ഫുറിയർ സീരീസ് എക്സ്പാൻഷൻ ഓഫ് ദിസ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് in the interval -pi to +pi. Next, consider next question. Find the Fourier series representation of f of x equal to x square in -pi plus pi, and deduce that 1 - 1/2 square plus 1/3 square minus 1/4 square plus etc. equal to pi square by 12, and 1 + 1/2 square plus 1/3 square plus etc. equal to pi square by 6. Now this function is given in the interval -pi plus pi, and its graph is f of x equal to x square like this. Okay, then the Fourier series is a0/2 plus sigma an cos nx plus sigma bn sin nx sigma bn sin nx, and the coefficients are given by a0 equal to 1/pi into integral from -pi to +pi f of x dx ആണ്. അത് x square dx ആണ്. So the function x square in this interval is even, so we can write this as 2 into this integral from 0 to pi. So 2/pi integral from 0 to pi x square dx ആണ് equal to 2/pi integral x square is x³/3 from 0 to pi. So this equal to 2/pi into pi³/3 ആണ്. So pi ഒന്ന് ക്യാൻസൽ ചെയ്ത് then 2/3 pi square എന്ന് വരും. This is a0. So next an equal to 1/pi into integral from -pi to +pi x square into cos nx dx equal to, again this x square into cos nx even function into even function ആണ്. Again it's even function ആണ്. So ഇവിടെ നമുക്ക് 2/pi into integral from 0 to pi x square cos nx dx എന്ന് എഴുതാം equal to 2/pi into by integration by parts this becomes x square into integral of cos nx is sin nx/n from 0 to pi ആണ്. 0 to pi ലാസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ദെൻ മൈനസ് ഇൻ്റഗ്രൽ ഫ്രം 0 to pi ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ 2x ഇൻ്റഗ്രൽ ഓഫ് കോസ് എൻ എക്സ് എന്നുള്ളത് സൈൻ nx/n dx ആണ് ഈക്വൽ ടു integral cos is sin, okay, equal to 2/pi into x square sin nx/n minus 2 into integral x sin nx എന്നുള്ളത് 2x into sin, ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ യു ഗെറ്റ് ഇൻ്റഗ്രൽ നെഗറ്റീവ് സൈൻ എന്നുള്ളത് കോസ് ആണ്. അപ്പോൾ പോസിറ്റീവ് കോസ് nx/n from 0 to pi, okay, then ഇൻ്റഗ്രൽ അടുത്ത ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് നെക്സ്റ്റ് മൈനസ് ഓഫ് എന്നാണ്. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, പോസിറ്റീവായി. ദെൻ ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് 2x 2 ഉണ്ട് ഇൻ്റഗ്രൽ
ടു ഇൻറ്റു ഇൻ്റഗ്രൽ സൈൻ എന്ന് പറയുന്നത് നെഗറ്റീവ് കോസ് ആണ്. സോ ഇവിടെ 3 നെഗറ്റീവ് വരുമ്പോൾ ടോട്ടൽ നെഗറ്റീവ് എന്ന് വരും. നെഗറ്റീവ് കോസ് എൻ എക്സ് ബൈ എൻ ഡി എക്സ് ഈക്വൽ ടു 2/π ഇൻറ്റു എക്സ് സ്ക്വയർ സൈൻ എൻ എക്സ് ബൈ എൻ പ്ലസ് 2x കോസ് എൻ എക്സ് ബൈ എൻ മൈനസ് ഇൻ്റഗ്രൽ കോസ് എൻ എക്സ് എന്നുള്ളത്, സോറി, ഇവിടെ ഒരു എൻ സ്ക്വയർ വരാനുണ്ട്. സൈൻ എൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ കോസ് എൻ എക്സ് മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ ആണ്. അപ്പോൾ ഇവിടെ എൻ ഇൻറ്റു എൻ സ്ക്വയർ ഇവിടെ വരും, ഇവിടെയും എൻ സ്ക്വയർ വരും. ദെൻ ഈ ലാസ്റ്റ് ടൈമിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോൾ മൈനസ് 2 സൈൻ എൻ എക്സ് ബൈ, ഇവിടെ ഓൾറെഡി എൻ സ്ക്വയർ ഉണ്ട്, ഒരു എൻ കൂടി ആകുമ്പോൾ എൻ ക്യൂബ് ഫ്രം 0 to π. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ on simplification this becomes 4 into negative 1 raised to n by n square എന്ന് കിട്ടും. സോ ആൻഡ് നെക്സ്റ്റ് ബി എൻ എന്നുള്ളത് 1/π ഇൻറ്റു ഇൻ്റർവൽ ഫ്രം -π to +π എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ എൻ എക്സ് ഡി എക്സ് എന്നുള്ളതാണ്. സോ സിൻസ് എക്സ് സ്ക്വയർ സൈൻ എൻ എക്സ് ഈസ് ആൻ ഓഡ് ഫങ്ഷൻ, സോറി, എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ എൻ എക്സ് ഒരു ഓഡ് ഫങ്ഷൻ. ഓഡ് ഫങ്ഷൻ ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ എഫ് ഓഫ് നെഗറ്റീവ് എക്സ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. സോ ദിസ് ഈസ് an odd function, therefore integral from -π to +π x square sin n x dx becomes 0. So bn equal to 0. So a0 2/3 pi square and an equal to 4 into negative 1 raised to n by n square and bn equal to 0. So ഇത് മായ്ച്ചു കളയാണ് നെക്സ്റ്റ്. സോ Fourier series expansion of f of x is a0/2. a0/2 എന്ന് പറയുന്നത് 2π²/3 ആണ്. അത് π²/3 പ്ലസ് സിഗ്മ 4 ഇൻറ്റു നെഗറ്റീവ് 1 raised to n by n square ഇൻറ്റു കോസ് എൻ എക്സ് എന്നുള്ളതാണ്, ഈക്വൽ ടു π²/3 പ്ലസ് സിഗ്മ n ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി ആണ്. സോ n 1 കൊടുക്കുമ്പോൾ ദിസ് ബിക്കംസ് -1 raised to 1/1² കോസ് എൻ എക്സ് എന്നതാണ്. ഓർ നെഗറ്റീവ് ഫസ്റ്റ് ടൈം ഈസ് മൈനസ് ആണ്, π²/3 മൈനസ് ഫസ്റ്റ് ടൈം 4/n² cos 1x cos x. Next term is positive 4/2² cos 2x minus 4/3² cos 3x plus etc. This is a Fourier series expansion. Then by Dirichlet conditions, this converges to 1/2 f of x minus plus f of x plus at a point x inside the interval -π to +π. So now this is a Fourier series expansion, and next part is reduce some condition. Reduce 1 minus 1/2² plus 1/3² minus etc. equal to π²/12. ഇതാണ് ക്വസ്റ്റ്യൻ അടുത്ത പാർട്ടിലുള്ളത്. സോ ഫസ്റ്റ് ഫൈൻഡ് ദി വാല്യൂ ഓഫ് എക്സ് അറ്റ് വിച്ച് the main series give the expansion 1 minus 1/2² plus 1/3² etc. Now you know that at a point x equal to 0, സാധാരണ x equal to 0, x equal to π/2 or -π/2, π, നെഗറ്റീവ് π, ഈ വാല്യൂസിനൊക്കെ ഈ സീരീസിൽ ചില പ്രത്യേക വാല്യൂസിലേക്ക് പോകും. Now when x equal to 0, cos x cos 1 ആണ്, cos 2 into 0 അത് 1 ആണ്. ഈ cos 2x cos 3x ഒക്കെ 1 ആയിട്ട് പോകും. ദെൻ ഇത് ഇത് 1² ആയിരുന്നു, 4/1²
ഇൻറ്റു 1 എന്ന് വരും, 4/2 സ്ക്വയർ ഇൻറ്റു 1 എന്ന് വരും. അപ്പോൾ ഈ ടേംസ് ഒക്കെ വരാൻ പോകുന്നു. സോ അറ്റ് വെൻ എക്സ് ഈക്വൽ ടു 0, the above series converges to f of 0, because 0 is an internal point of this interval and f of x equal to x square is continuous at this point. So ഇത് f of 0യിലേക്കാണ് at x equal to 0 കൺവേർജ് ചെയ്യുന്നത്. You know that f of x equal to x square, so f of 0 is 0 square. So 0 equal to pi square by 3 minus 4 by 1 square cos 0 1 plus 4 by 2 square into cos 2 0 1 minus 4 by 3 square plus 4 by 4 square minus etc. So ഇവിടുത്തെ ഈ പാർട്ടിൽ 4 is a common factor. So this is minus 4 into 1 minus 1 by 2 square plus 1 by 3 square minus 1 by 4 square etc. And now pi square by 3 0 equal to this one. So from this you can write this implies pi square by 3 equal to the right side ഇപ്പോൾ this becomes 4 into 1 minus 1 by 2 square plus 1 by 3 square minus 1 by 4 square etc. This gives pi square by 4 into 3 12 equal to 1 minus 1 by 2 square plus 1 by 3 square minus etc. So this is the first condition. So in the second part we have to prove for 1 by 1 square we have to prove 1 plus 1 by 2 square plus 1 by 3 square plus etc. equal to some value pi square by 6. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈസ് 1 പ്ലസ് 1 ബൈ 2 സ്ക്വയർ പ്ലസ് 1 ബൈ 3 സ്ക്വയർ എക്സെട്ര ആണ്. നമ്മുടെ മെയിൻ സീരീസ് എന്ന് പറയുന്നത് ഇതാണ്. അത് ആൾട്ടർനേറ്റീവ്ലി പോസിറ്റീവ് നെഗറ്റീവ് ടേംസ് ആണ്. അപ്പോൾ ഇവിടെ കോസ് എക്സിൻ്റെ വാല്യൂസ് നെഗറ്റീവ് പോസിറ്റീവിലേക്ക് മാറി മാറി വരണമെന്നുണ്ടെങ്കിൽ പുട്ട് എക്സ് ഈക്വൽ ടു പൈ. എക്സ് പൈ വരുമ്പോൾ ഫസ്റ്റ് ടൈം കോസ് പൈ ആണ്, അത് നെഗറ്റീവാണ്. സെക്കൻഡ് ടൈം കോസ് 2 പൈ ആണ്, അത് 1 ആണ്. നെക്സ്റ്റ് കോസ് 3 പൈ ആണ്, അത് വീണ്ടും നെഗറ്റീവാണ്. സോ ഈ നെഗറ്റീവ് പോസിറ്റീവ് വന്നോളൂ. അപ്പോൾ ഓൾ ടേംസ് പോസിറ്റീവായിട്ട് വരും. അല്ല നെഗറ്റീവ് വന്നാലും മതി, അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കോളൂ. സോ അപ്പോൾ ഇവിടെ എക്സ് ഈക്വൽ ടു പൈ എന്നെടുക്കുമ്പോൾ ഈ കോസ് എക്സ്, കോസ് 2x, കോസ് 3x എന്നുള്ളത് -1 +1 മാറി മാറി വന്നുകൊണ്ടിരിക്കും. സോ അറ്റ് എക്സ് ഈക്വൽ ടു വെൻ എക്സ് ഈക്വൽ ടു പൈ ദെൻ വാട്ട് ഈസ് എ കൺവേർജിങ് വാല്യൂ ഓഫ് ദിസ് സീരീസ്? അതെന്ന് പറയുന്ന ആവറേജ് ഓഫ് 1/2 f of pi minus means the ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നമ്മളിവിടെ -π + π ഈ പോയിന്റിലാണ് കൺസിഡർ ചെയ്യുന്നത്. ഇവിടുത്തെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് മീൻസ് വെൻ എക്സ് മൂവ്സ് ടു പൈ ഫ്രം ലെഫ്റ്റ് സൈഡ് ദ കറസ്പോണ്ടിങ് ഫംഗ്ഷൻ വാല്യൂ converges to which one? That is denoted by f of pi negative left hand limit of f of x. ഈ ഫംഗ്ഷൻ f of x equal to x square ഇവിടെ സ്പെഷ്യൽ or is continuous left side of pi. So f of pi at pi negative means left hand limit is same pi square. ഇവിടെ പ്രത്യേകിച്ചൊന്നും നോക്കണമെന്നില്ല. നിങ്ങളിവിടെ പൈ സ്ക്വയർ എന്ന് പറയുന്ന വാല്യൂ ആണ് ഇത് കൺവേർജിങ് വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഇവിടെ ആക്ച്വലി ഇവിടെ ഇല്ല. പക്ഷേ ഫങ്ഷൻ ഈസ് പീരിയോഡിക് ആയതുകൊണ്ട് അതിൻ്റെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഇവിടെ ഉണ്ടാവുന്ന റൈറ്റ് ഹാൻഡ് ലിമിറ്റാണ്. സോ യു ടേക്ക് ദിസ് ഫങ്ഷൻ ദിസ് ലിമിറ്റ് ആസ് എഫ് ഓഫ് പൈ നെഗറ്റീവ് or left hand limit of f at pi, that is pi square. So we can write this as pi square equal to pi square equal to ഈ സീരീസിൻ്റെ വാല്യൂ അറ്റ് എക്സ് ഈക്വൽ ടു പൈ, that is given by pi square by 3 minus 4/1 square into cos pi. Cos pi is -1. Then plus 4/2 square into cos 2 pi ആണ്. Cos 2 pi is +1. Then minus 4/3 square into cos 3 pi. Cos 3 pi is -1 plus etc.
ഓർ ഈക്വൽ ടു ഇത് പൈ സ്ക്വയർ ബൈ 3. ഇതെല്ലാം പോസിറ്റീവ് ആവും. +4/2 സ്ക്വയർ, അവിടെ 4 ഔട്ട് സൈഡിൽ എടുത്താൽ ദാറ്റ് ബിക്കംസ് 1 + 1/2 സ്ക്വയർ + 1/3 സ്ക്വയർ പ്ലസ് എക്സെട്ര. സോ ഫ്രം ദിസ് യു വിൽ ഗെറ്റ് ഇവിടെ പൈ സ്ക്വയർ ലെഫ്റ്റ് സൈഡിലുണ്ട്. പൈ സ്ക്വയർ മൈനസ് പൈ സ്ക്വയർ ബൈ 3 എന്ന് പറയുമ്പോൾ ദിസ് ബിക്കംസ് 3 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ ബൈ 3 ഈക്വൽ ടു 4 ഇൻറ്റു സംതിങ് ആണ്. സോ ആ 4 ലെഫ്റ്റ് സൈഡിൽ വന്നാൽ ഇവിടെ ബൈ 4 വരും. 4ഉം 2ഉം ക്യാൻസൽ ചെയ്ത് ബൈ 2 ഉണ്ടാവും. സോ 6 ഓർ പൈ സ്ക്വയർ ബൈ 6 ഈക്വൽ ടു 1 + 1/2 സ്ക്വയർ പ്ലസ് എക്സെട്ര എന്ന് പറയുന്ന റിക്വയർഡ് റിസൾട്ട് കിട്ടും. അതാണ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ.